ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്കും പുതിയൊരു അധ്യായത്തിലേക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ ഇവിടെ തുടങ്ങി വെക്കുകയാണ്. എനിക്കറിയാം രണ്ടാമത്തെ ചാപ്റ്റർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നവർക്ക് കുറച്ച് ചോദ്യങ്ങൾ ബാക്കി വെച്ചിട്ടാണ് മിസ് എടുക്കുന്നത്. ഈ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചതിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്കറിയാം 1ാമത്തെ ചാപ്റ്ററിൻ്റെ തുടർച്ചയായിട്ടാണ് 3ാമത്തേത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ വലിയ അധികം എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. ചെറിയൊരു ചാപ്റ്ററാണ്, കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. അത് നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ കൊണ്ട് പെട്ടെന്ന് തന്നെ തീർത്തിട്ട് തിരിച്ച് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലെ ബാക്കി ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? കുറച്ച്, അതായത് 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതിൻ്റെ ബാക്കിയായിട്ട് തന്നെ വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി 2 ഇക്വേഷൻസ് ആണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. അത് കറക്റ്റ് മനസ്സിലാക്കി അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിൻ്റെ പേര് സമാന്തര ശ്രേണിയും ബീജഗണിതവും, അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര എന്നാണ്. ചിലർക്കെങ്കിലും ഈ ഓൾജിബ്ര എന്ന വാക്ക്, ബീജഗണിതം എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി തോന്നാലേ. കാരണം നമുക്ക് പലപ്പോഴും എക്സും വൈയും ഒക്കെ നമ്മൾ 9ാം ക്ലാസ്സിൽ നിന്നൊക്കെ വല്ലാതെ കുഴപ്പിച്ചൊരു ഭാഗമായിരിക്കാം. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അങ്ങനത്തെ ഒരു ടൈപ്പ് ബീജഗണിതമൊന്നും നമുക്കിവിടെ വരുന്നില്ല. നമുക്ക് അറിയാത്തതിനെ, അല്ലെങ്കിൽ എന്നൊക്കെ കിടന്ന് നമ്മളെ നമ്പർ ഓഫ് ടേംസ് ഓർമ്മയില്ലേ? പദങ്ങളുടെ എണ്ണത്തെ നമ്മൾ എന്നല്ലേ വിളിക്കാറുള്ളത്? ആ ടൈപ്പ് എന്നൊക്കെ കടന്ന് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിൽ ഓൾജിബ്ര മിക്സ് ആക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ചാപ്റ്ററിലേക്ക് നേരെ കിടക്കാം. ഈ ചാപ്റ്ററിൽ മെയിൻ കോൺസെപ്റ്റ് 2 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അതിൽ 1ാമത്തെ കാര്യം തന്നെ മിസ് ഇവിടെ പറയാണ്, nth ടേം ഓഫ് എ സീക്വൻസ്, nth ടേം ഓഫ് എ അരിത്തമെറ്റിക് സീക്വൻസ്, അഥവാ മലയാളത്തിൽ ഇതിന് എന്താ അറിയോ പറയാ? എന്നാം പദം. എന്താണ് പറയാ? എന്നാം പദം. അല്ലെങ്കിൽ ഇതിന് വേറൊരു കാര്യം പറയും. ഈ കാര്യത്തിനെ തന്നെ നമുക്ക് 2-3 രീതിയിൽ പറയാം. ഓൾജിബ്രായിക് ഫോം. എന്ത് ഫോമാണ്? ഓൾജിബ്രായിക് ഫോം ഓഫ് ആരുടെ? ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ. ശരിയല്ലേ? ഓൾജിബ്രായിക് ഫോം, അല്ലെങ്കിൽ ഇതിനെന്ത് പറയാം? ബീജഗണിത രൂപം. എന്താണ് പറയാ? ബീജഗണിത രൂപം. നിങ്ങൾക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് അതിൻ്റെ ബീജഗണിത രൂപം എഴുതാൻ പറഞ്ഞാലും അതിൻ്റെ എന്നാം പദം അല്ലെങ്കിൽ nth ടേം എഴുതാൻ പറഞ്ഞാലൊക്കെ മിസ് അടുത്തത് പറയാൻ പോകുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാ ഇവിടെ 2, 4, 6, 8, 10 ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണല്ലോ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയി ഞാൻ ചോദിക്കുകയാണ്, ഇത് 1ാമത്തെ ടേം അല്ലേ, ഫസ്റ്റ് പൊസിഷൻ. ഇത് 2ാമത്തെ ടേം, ഇത് 3ാമത്തെ ടേം. ഇങ്ങനെ വന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് 100ാമത്തെ ടേം എത്രയായിരിക്കും? പിന്നെ അങ്ങനെ പോയി 560ാമത്തെ ടേം എത്രയായിരിക്കും? പിന്നെ അങ്ങനെ പോയി 730ാമത്തെ ടേം. ഈ നമ്പേഴ്സൊക്കെ മിസ് റാൻഡമായിട്ട് വെറുതെ സെലക്ട് ചെയ്ത നമ്പറാണ് കേട്ടോ. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നമുക്കറിയാം, കോമൺ ഡിഫറൻസ് കൂട്ടി എഴുതി ഏത് ടേം വരെ വേണമെങ്കിലും നമുക്ക് പോയിക്കൂടെ? അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 100ാമത്തെ ടേം എന്ത്, 560ാമത്തെ ടേം എന്ത്, 730ാമത്തെ ടേം എന്ത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ഇങ്ങനെ എഴുതി 100ാമത്തെ ടേം വരെ എഴുതാൻ പറ്റുമോ? 560ാമത്തെ വരെ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിന് നമുക്കൊരു ജനറലായിട്ട്, അതായത് ഏത് ടേം തന്നു കഴിഞ്ഞാലും അതിന് ജനറലായിട്ട് നമുക്ക് എഴുതാം. 1ാമത്തെ ടേമിന് നമ്മൾ x1 എന്നല്ല എഴുതാറുള്ളത്, 2ാമത്തെ ടേമിന് x2 എന്നല്ല എഴുതാറുള്ളത്, 3ാമത്തെ ടേം x3 അല്ലേ? അങ്ങനെ വന്ന് ഏത് നമ്പർ ആയിക്കോട്ടെ, ഇപ്പം അതിന് ജനറലായിട്ട് പൊതുവായിട്ട് നമുക്ക് ഏത് പൊസിഷൻ പറയാം? എന്നാമത്തെ പൊസിഷൻ. അതായത് എന്നിന് 100 കൊടുത്താൽ 100ാമത്തെ ടേം, എന്നിന് 560 കൊടുത്താൽ 560ാമത്തെ ടേം, എന്നിന് 730 കൊടുത്താൽ 730ാമത്തെ ടേം. അതായത് nth പൊസിഷനെ നമുക്ക് ജനറലായിട്ട് എന്തെന്ന് എഴുതാം? xn എന്ന് എഴുതിക്കൂടെ? ശരിയല്ലേ? ആരും മറന്നു പോയിട്ടില്ലല്ലോ. x1 എന്ന് പറഞ്ഞാൽ 1ാമത്തെ ടേം, x2 2ാമത്തെ ടേം, x3 3ാമത്തെ ടേം. അങ്ങനെയാണ് xn എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാ? എന്നാമത്തെ ടേം അല്ലേ? എന്നാം പദം. ഈ xn കാണാനുള്ളൊരു ഇക്വേഷനാണ് dn പ്ലസ് എഫ് മൈനസ് ഡി. എന്താണ് ഇക്വേഷൻ? dn പ്ലസ് എഫ് മൈനസ് ഡി.
ഇത് വരുന്നൊരു മെത്തേഡൊക്കെ ഉണ്ട്. ആ വരുന്ന രീതി നമ്മൾ പറയുന്നില്ല, കാരണം നമ്മൾ വെറുതെ നമുക്ക് ഓൾറെഡി അറിയാം ഓണം പരീക്ഷയൊക്കെ ആവാൻ വന്നു. അപ്പോൾ വരുന്ന രീതിയൊന്നും നിങ്ങളോട് എക്സാമിന് ചോദിക്കില്ല. പക്ഷേ ഈ ഒരു ഫോർമുല നിങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റ് പഠിച്ച് വെക്കുക. DN+F-D. അപ്പോൾ എന്താണ് ഡി എന്നുള്ള കാര്യം ആലോചിക്കുക. എന്താ ഡി എന്ന് പറയുന്നത്? എടാ കോമൺ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡി എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ എന്ന് പറയുന്നത് എന്താ? നമ്മൾ പറഞ്ഞു പൊസിഷൻ നമ്പർ. എടാ N 5 ആണെങ്കിൽ X5 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? X5 എന്ന് പറഞ്ഞാൽ 5ാമത്തെ ടേം എന്നല്ലേ, 5ാമത്തെ പൊസിഷൻ അല്ലേ. X20 എന്ന് എഴുതി അതിൻ്റെ മീനിങ് എന്താ? 20ാമത്തെ പൊസിഷൻ. X40 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 40ാമത്തെ പൊസിഷൻ. അപ്പോൾ N എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പൊസിഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നല്ലേ ഉദ്ദേശിക്കുന്നത്, ശരിയല്ലേ? അപ്പം മിസ്സ് N എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പൊസിഷനാണ്, ശരിയല്ലേ? നമ്പർ ഓഫ് ടേംസ് അല്ലേ, എത്രാമത്തെ പൊസിഷനാണെന്നുള്ളത്. പിന്നെയോ പിന്നെ നമ്മൾ കാണുന്ന എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഫസ്റ്റ് ടേം. എന്താണ് എഫ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ടേം. ഡി എന്ന് പറയുന്നത് എഗെയിൻ എന്ത് തന്നെയാണ്? കോമൺ ഡിഫറൻസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ, അതായത് നമ്മൾ ചെയ്ത് വന്ന ഒരു ഫോർമാറ്റിൽ നിന്നാണ് നമുക്ക് DN+F-D എന്നുള്ളൊരു ഫോമിലേക്ക് മാറുന്നത്. അത് നിങ്ങൾ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു വെക്കുക, ഒരു കൺഫ്യൂഷനും ഉണ്ടാവരുത്. XN = D×N+F-D എന്ന് പറഞ്ഞാൽ എന്നാമത്തെ ടേം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിതാ മിസ് ഈ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ എടുക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ നിങ്ങൾക്ക് 100ാമത്തെ ടേം കണ്ടുപിടിക്കണം. എത്രാമത്തെ ടേം? 100ാമത്തെ ടേം. അപ്പോൾ നിങ്ങൾ X100 എന്നല്ല എഴുതുക, ശരിയല്ലേ? ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഇതാ എക്സാമ്പിൾ മിസ് ഒന്നുകൂടി എടുത്ത് എഴുതാൻ വേണമെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ ചെയ്യാണ് കേട്ടോ. 2, 4, 6, 8, 10 ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ. ഞാൻ കാണാൻ പറയുന്നത് നിങ്ങളോട് X50ാമത്തെ പൊസിഷനാണ്, അതായത് 50ാമത്തെ ടേം കണ്ടുപിടിക്കണം. നമ്മളിങ്ങനെ എഴുതി പോവാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. XN കാണാനുള്ള ഇക്വേഷൻ ഉണ്ട് അല്ലേ, അതിന് മുന്നേ നമുക്ക് തന്നതൊക്കെ എഴുതണം. എടാ ഇതിൽ ഡി ആരാ? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത ടേംസുകൾ തമ്മിൽ കുറച്ചാൽ പോരെ. 4ൽ നിന്ന് 2 കുറച്ചാൽ എത്ര കിട്ടും? 2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് 2. 2 അല്ലേ അവിടെ കൂടി കൂടി പോകുന്നത് അല്ലേ. 2, 4, 6, 8 എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ 2 എന്ന് പറഞ്ഞ നമ്പറാണ് ആഡ് ചെയ്ത് പോകുന്നത്, ശരിയല്ലേ? ഇനി നമുക്ക് ആര് എഴുതണം? ഫസ്റ്റ് ടേം എഴുതണം അല്ലേ, എഫ് എഴുതണം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലുള്ള ആദ്യത്തെ ടേം. നമ്മൾ ഫസ്റ്റ് ടേമിന് എങ്ങനെയൊക്കെ എഴുതാമെന്നറിയോ? X1 എന്ന് എഴുതാം, 1ാമത്തെ ടേം, അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് എഴുതാം. ഈ 2 രീതിയിൽ നമ്മൾ ഫസ്റ്റ് ടേമിനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്, മാറിപ്പോയത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടേമിന് എഫ് എന്ന് എഴുതി. എഫ് എത്രയാണ് നമ്മുടെ ചോദ്യത്തിൽ? അതും 2 തന്നെയാണ്, ശരിയല്ലേ? അപ്പോൾ 2ന് മിസ് 2 എന്ന് ഇട്ടു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് എത്രാമത്തെ ടേം ആൻസർ കണ്ടുപിടിക്കാൻ പോവാണേ. നമ്മളോട് ചോദിച്ചത് 50ാമത്തെ ടേമാണ്. എന്താ നമ്മുടെ ഇക്വേഷൻ? DN+F-D, ശരിയല്ലേ? ഡി എന്ന് പറയുന്നത് ആരാ? 2. DN എന്ന് പറഞ്ഞാൽ D×N ആണ്. അപ്പോൾ 2 N എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്ക്, നമ്മളിവിടെ N എഴുതാൻ മറന്നു ഇല്ലേ. എടാ N എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പൊസിഷൻ? നമ്മളോട് 50ാമത്തെ പൊസിഷനിലുള്ള ടേം അല്ലേ ചോദിച്ചത്. അപ്പോൾ Nന് നമ്മൾ എന്തെന്ന് കൊടുക്കണം? 50 എന്ന് കൊടുക്കണം, ശരിയല്ലേ? അപ്പോൾ DN എന്ന് പറഞ്ഞാൽ D×N ആണ്. അപ്പോൾ 2 Nന് പകരം നമുക്ക് എന്തെഴുതാം? 50 എന്ന് എഴുതാം, ശരിയല്ലേ? പ്ലസ് F-D. ഇവിടെ എഫ് എന്താ? 2 എന്ന് തന്നെ വരും അല്ലേ. ഫസ്റ്റ് ടേം 2 അല്ലേ. 2 മൈനസ് ഡി, കോമൺ ഡിഫറൻസ് അഗെയിൻ 2. 2 - 2, ശരിയല്ലേ? എടാ 2 × 50 ചെയ്താൽ എന്ത് വരും? 2 × 50, 2ന് 50 കൊണ്ട് ഗുണിച്ചാൽ 100 അല്ലേ. 2 50 100 അല്ലേ. പിന്നെ ഇവിടെ നോക്ക്, 2ഉം -2ഉം +2, 2ൽ നിന്ന് 2 കുറച്ചാൽ എന്തായി പോവും? 0 പോവില്ലേ. അപ്പോൾ 2 - 2 എന്തായി? 0. അതായത് 50ാമത്തെ ടേം എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 100 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ 50 വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ടേംസ് എഴുതി പോകേണ്ട ആവശ്യമുണ്ടോ? Nന് 50 കൊടുത്തിട്ട് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ DN+F-D എന്ന് പറയുന്ന ഇക്വേഷൻ എന്തിനാ വന്നതെന്ന് മനസ്സിലായോ?
ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് എത്രാമത്തെ ടേം ചോദിച്ചു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഇക്വേഷൻ എഴുതാൻ പറ്റും. ഈ ഇക്വേഷനെ നമുക്ക് എന്തൊക്കെ പറയാം? ബീജഗണിത രൂപം. എന്തുകൊണ്ടാണ് ബീജഗണിത രൂപം ഓൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത്? ഇതിലൊരു എൻ ഉണ്ട് അല്ലേ? എൻ വരുന്നത് കൊണ്ടാണ് അതിനെ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് എന്ത് വിളിക്കാം? nth ടേം, എന്നാമത്തെ ടേം. n 50 ആയപ്പോൾ 50ാമത്തെ ടേം കിട്ടി. ഇനി n-ന് 100 കൊടുത്താൽ 100ാമത്തെ ടേം കിട്ടൂലേ? n-ന് 250 കൊടുത്താൽ 250ാമത്തെ ടേം കിട്ടൂലേ? അതുകൊണ്ടാണ് ഇതിനെ nth ടേം എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങളോടൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് മിസ് ഇവിടെ dn + f - d എഴുതിയില്ലേ? ഇവിടെ നോക്കുക. ഇതാ നമ്മളെ ബീജഗണിത രൂപം xn ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണെന്ത്? xn = dn + f - d. ശരിയല്ലേ? എടാ നിങ്ങൾക്ക് ടെക്സ്റ്റിലൊക്കെ കാണാം ബീജഗണിത രൂപം എന്ന് പറഞ്ഞിട്ട് an + b. എന്താണ്? an + b. മിസ് പറയട്ടെ, ഇയാളും ഇയാളും സെയിം ആണ്. ഇത് രണ്ടും ഒരേ ആളാണ്. അതെങ്ങനെയാ? രണ്ടും xn ആണല്ലേ? എടാ dn-ന് പകരം ഇവിടെ എന്തെഴുതി? an എന്ന് എഴുതി. അതായത് a എന്ന് പറഞ്ഞാൽ അപ്പോൾ ആർക്ക് ഈക്വൽ ആയിരിക്കും? an + b a എന്ന് പറഞ്ഞാൽ അത് ആരായിരിക്കും? അത് കോമൺ ഡിഫറൻസ് ആയിരിക്കും. ഇവിടെ എക്ക് പകരം നമ്മൾ എന്ത് എഴുതുന്നു? d എന്ന് എഴുതുന്നു. അപ്പോൾ എന്തിനാ മിസ്സേ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ എഴുതുന്നു? ഇത് തന്നെ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ഇതിനെ ഒന്നുകൂടി ഷോർട്ടാക്കിയിട്ട് 2 ടേംസിലേക്ക് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇത് പഠിക്കണമെന്ന് മിസ്സ് സജസ്റ്റ് ചെയ്യുന്നേ ഇല്ല. ഈ an + b എന്താണെന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ ആവണ്ട. a എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പയർ ചെയ്താൽ മതി. ഇയാളും സെയിമാ. അപ്പോൾ n-ൻ്റെ കൂടെയുള്ള ആൾ ഇവിടെ d അല്ലേ? കോമൺ ഡിഫറൻസ് അല്ലേ? സ്വാഭാവികമായിട്ട് ഇവിടെ n-ൻ്റെ കൂടെ a അല്ലേ? അപ്പോൾ a എന്ന് പറയുന്നത് അത് ആര് തന്നെയാണ്? കോമൺ ഡിഫറൻസ് ആണ്. അഥവാ അതാരാണ്? പൊതു വ്യത്യാസമാണ്. ശരിയല്ലേ? പൊതു വ്യത്യാസം ആണ്. ഇനി അപ്പം നിങ്ങൾ ചോദിക്കുക എന്താ f - d എന്ന് പറഞ്ഞാൽ? എടാ ഈ f - d ചെയ്താൽ ഒരു ഉത്തരം കിട്ടൂലേ? ആ ഉത്തരത്തിന് നമ്മൾ പൊതുവായിട്ട് എന്തെഴുതി? b എന്ന് എഴുതി. അപ്പോൾ ആക്ച്വലി b എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? f - d തന്നെയാണ്. ഒരു മാറ്റമില്ല. ഈ b എന്ന് പറഞ്ഞാൽ f - d ആണ്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഞാൻ നിങ്ങൾക്ക് ഒരേ ഒരാളെ സജസ്റ്റ് ചെയ്യുള്ളൂ. അതാരാണ്? dn. ഈ dn എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ. dn എന്ന് പറഞ്ഞാൽ d × n. അതായത് കോമൺ ഡിഫറൻസിനെ പൊതു വ്യത്യാസത്തിന് n കൊണ്ട് ഗുണിക്കുന്നു പ്ലസ് f ഫസ്റ്റ് ടേം ആദ്യ പദം d കോമൺ ഡിഫറൻസ്. മിസ് ഈ ഒരാളെ സജസ്റ്റ് ചെയ്യുന്നത് ഈ n എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് സഫിക്സ് ആയിട്ട്, അതായത് x എഴുതിയിട്ട് ചെറിയ n ആണ് എഴുതുന്നത്. കാരണം എന്താ? അപ്പോൾ അത്രയും ഓക്കെ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മൈൻഡിലേക്ക് ഫിക്സ് ആക്കി വെക്കുക. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പഠിച്ചോ. ബൈ ഹാർട്ടാക്കി വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആട്ടോ. മിസ് പിന്നെയും പറയുകയാണ്. dn + f - d xn = dn + f - d. ഓക്കെ അല്ലേ? ഇനി നമുക്കിതിലെ ബാക്കി ചോദ്യങ്ങൾ നോക്കാം. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം നോക്കുക. ഫൈൻഡ് ദ ഓൾജിബ്രായിക് ഫോം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഗിവൺ ബിലോ. ഇങ്ങനൊരു ചോദ്യം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഉണ്ടാവാറില്ല. അതായത് താഴെ നമുക്കൊരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്. അതിൻ്റെ എന്തെഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? ഓൾജിബ്രായിക് ഫോം എഴുതാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്ക്, ഒന്നാമത്തെ അരിത്തമെറ്റിക് സീക്വൻസ് തന്നെ നമുക്ക് തുടങ്ങാം. 1 6 11 16. ശരിയല്ലേ? എടാ ഓൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? xn = അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ xn = d × n + f - d. ശരിയല്ലേ? ഇവിടെ നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ xn-ന് xn എന്ന് എഴുതാല്ലേ? ബീജഗണിത രൂപം എഴുതാനാണ് പറഞ്ഞത്, അല്ലാതെ 5ാമത്തെ ടേം 20ാമത്തെ ടേം എന്നാണോ പറഞ്ഞത്? അല്ല. അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് xn-ന് പകരം xn തന്നെ എഴുതാം. ഇനി നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കണം? ഡിയും എഫും എന്നും ഒക്കെ എഴുതണ്ടേ? എടാ ഇവിടുത്തെ പൊതു വ്യത്യാസം എത്രയാ? കോമൺ ഡിഫറൻസ് d. 6-ൽ നിന്ന് 1 കുറച്ചാൽ പോരെ? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ പോരെ? 6-ൽ നിന്ന് 1 കുറച്ചാൽ എത്ര വരും? 5 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. 5 കൂടി 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 പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണിത്. ഇനി നിങ്ങൾക്കറിയാം എഫ് എന്താ? ഫസ്റ്റ് ടേം. ഓക്കെ, = 5. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ആദ്യ പദം അല്ലേ?
ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് ഇതിലാരാ? ഒന്നല്ലേ? അപ്പം മിസ് 1 എന്ന് തന്നെ എഴുതുന്നു. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ എഴുതാം. എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്ന് പറയുന്നത് ആരാ? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് 5 അല്ലേ? അപ്പോൾ 5 ഇൻറ്റു എന്നിന് നമുക്ക് വില അറിയില്ല അല്ലേ? ഓൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എഴുതാൻ പറഞ്ഞാൽ എന്നിൻ്റെ സ്ഥാനത്ത് എന്തിന് എഴുതിയാൽ മതി? എന്ന് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം മൈനസ് എഫ് ആരാ നോക്ക്? 1 ആണ് അല്ലേ? 1 മൈനസ് ഡി എന്ന് പറയുന്നത് ആരാ? കോമൺ ഡിഫറൻസ് 5 അല്ലേ? അപ്പോൾ ഡിക്ക് പകരം മിസ് എന്തെഴുതുന്നു? 5 എന്ന് എഴുതുന്നു. 5 എന്നിനൊന്നും ചെയ്യാൻ പറ്റില്ല. എടാ 1-ൽ നിന്ന് 5 കുറച്ചാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 1 മൈനസ് 5. 1 ചെറിയ നമ്പറും 5 വലിയ നമ്പറും അല്ലേ? ചെറുതിൽ നിന്ന് വലുത് കുറച്ചാൽ എന്തായാലും മൈനസ് വരും അല്ലേ? 1-ൽ നിന്ന് 5 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? തിരിച്ച് ചെയ്താൽ മതി. 5-ന്ന് 1 കുറയ്ക്കുക. 5-ന്ന് 1 കുറച്ചാൽ 4 അല്ലേ? എന്ത് 4-ന്ന് വരും? -4 വരും. അപ്പോൾ നമുക്കിതിൻ്റെ ഓൾജിബ്രായിക് ഫോം എന്ത് കിട്ടി? എക്സ് എൻ ഈക്വൽ ടു 5n മൈനസ് 4. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓൾജിബ്രായിക് ഫോം എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഡിക്കും എഫിനും ഡിക്യൂലും എവിടെയൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം എന്താ? 2, 7, 12, 17 ശരിയല്ലേ? ഓക്കെ, ഇത് നമുക്ക് ഓൾജിബ്രായിക് ഫോം എന്താ ഇക്വേഷൻ? എക്സ് എൻ ഈക്വൽ ടു അല്ലേ? ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. എക്സ് എൻ അല്ലേ? അതിന് മുന്നേ നമുക്ക് ഡിയും എഫും ഒക്കെ എഴുതി വെക്കാം. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആരാ? കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് കുറച്ചാൽ പോരെ? അതായത് 7-ൽ നിന്ന് 2 കുറയ്ക്കുന്നു. 7-ൽ നിന്ന് 2 കുറച്ചാൽ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് ടേം ആരാ പറയുക? ആദ്യ പദം 2 ശരിയല്ലേ? ഫസ്റ്റ് ടേം ഒന്നാമത്തെ ആൾ 2 അല്ലേ? അപ്പോൾ അതും കിട്ടി. അപ്പോൾ നമുക്ക് ആ 2 ആൾക്കാരെ മതി അല്ലേ? അപ്പോൾ എക്സ് എൻ ഈക്വൽ ടു ഡി എൻ എന്ന് പറഞ്ഞാൽ ഡി ഇൻറ്റു എൻ, പൊതുവ്യത്യാസം ഇൻറ്റു എൻ. ഇവിടെ പൊതുവ്യത്യാസം 5 അല്ലേ? അപ്പോൾ എന്തെഴുതാം? 5n എന്ന് എഴുതാം. ഓക്കെ, എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞാൽ 2 മൈനസ് ഡി ആരാ? ഡി എന്ന് പറയുന്നത് 5 അല്ലേ? അപ്പോൾ 2 മൈനസ് 5. എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 2 അല്ലേ? കോമൺ ഡിഫറൻസ് 5 കൂടി പോകുന്നത്. അപ്പോൾ 2 മൈനസ് 5. ഇനി നോക്ക്, 5n ഒന്നും ചെയ്യാനില്ല. 5n എന്ന് എഴുതുന്നു. എടാ 2-ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാ? എഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 ഒരു ചെറിയ നമ്പറും 5 വലിയ നമ്പറും അല്ലേ? ചെറുതിൽ നിന്ന് വലുത് കുറച്ചാൽ തീർച്ചയായിട്ടും മൈനസ് വരും അല്ലേ? 2-ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ 5-ൽ നിന്ന് 2 കുറയ്ക്കാമല്ലോ. 5-ൽ നിന്ന് 2 കുറച്ചാൽ എത്ര വരും? 3 എന്ന് വരും. അപ്പോൾ 2 മൈനസ് 5ൻ്റെ ഉത്തരം എന്താ? 5n മൈനസ് 3. അപ്പോൾ അതിൻ്റെ ഉത്തരവായി. എപ്പോഴും ബീജഗണിത രൂപം ഏതൊരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക? ഒരു നമ്പർ ഇൻറ്റു n അല്ലേ? ബീജഗണിത രൂപം അഥവാ ഓൾജിബ്രായിക് ഫോം എഴുതിയാൽ എപ്പോഴും n ഉണ്ടാവും. മനസ്സിലായോ? പിന്നെ ഒരു നമ്പർ അവസാനം ഉണ്ടാവും. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ an പ്ലസ് ബി എന്നുള്ള ഫോമിൽ. അപ്പോൾ a എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ് അല്ലേ? ഇവിടെ a എന്ന് പറഞ്ഞാൽ ഇവിടെയും 5 ആണ്. n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ടേംസ്, n എത്രാമത്തെ ടേം ആണെന്നുള്ള കാര്യം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ ഒന്നാമത്തെയും കഴിഞ്ഞു, രണ്ടാമത്തെയും കഴിഞ്ഞു. മൂന്നാമത്തെ നോക്ക്. 21, 32, 43 അല്ലേ? 21, 32, 43 എത്ര കൂടി പോകുന്നത്? 11 അല്ലേ കൂടി പോകുന്നത്? അപ്പോൾ 5, 4 ശരിയല്ലേ? ഇങ്ങനെ കിട്ടും അല്ലേ? സ്വാഭാവികമായിട്ടൊരു ചോദ്യം തന്നെയാണ്. എല്ലാത്തിൻ്റെയും സബ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. നമ്മളോട് ബീജഗണിത രൂപം, ഓൾജിബ്രായിക് ഫോം മറന്നു പോകരുത്. ഓൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഇവിടെ ഡി എന്ന് പറയുന്നത് ഇവിടെ ആരാ? കോമൺ ഡിഫറൻസ് ആണ് അല്ലേ? അപ്പോൾ ഡി എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടുപിടിച്ച് വെക്കുക സൈഡിൽ. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആരാ? രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറച്ചാൽ പോരെ? 32-ൽ നിന്ന് 21 കുറച്ചാൽ എത്ര വരും? 11 എന്ന് കിട്ടും. ശരിയല്ലേ? 32 മൈനസ് 21, 2-ന്ന് 1 കുറച്ചാൽ 1, 3-ന്ന് 2 കുറച്ചാൽ 1. അപ്പോൾ 11 കിട്ടി. ഇനി ഫസ്റ്റ് ടേം ആരാ? ആദ്യ പദം. ഇവിടെ നോക്കുക, ആദ്യ പദം 21 അല്ലേ?
അപ്പോൾ എഫിന് പകരം 21 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം. 11 എന്നിന് എന്ന് തന്നെ എഴുതാം കേട്ടോ. ബീജഗണിത രൂപത്തിൽ അത് എന്നായിട്ട് തന്നെ ഉണ്ടാവും. എഫ് എന്താ? ഫസ്റ്റ് ടേം 21, കോമൺ ഡിഫറൻസ് 11, ശരിയല്ലേ? അതായത് 11 എന്ന് 21 നിന്ന് 11 കുറച്ചാൽ എത്ര വരും? 2 1 കുറച്ചാൽ 1, 10 എന്ന് വരും അല്ലേ? പ്ലസ് 10. 21 നിന്ന് 11 കുറച്ചാൽ 10 അല്ലേ? എടാ, ഈ 11 എന്നും 10ഉം കൂട്ടിയിട്ട് 21 എന്നൊന്നും എഴുതി വെക്കരുത് കേട്ടോ, അത് തെറ്റാണ്. നമുക്ക് 11 എന്നിൻ്റെ കൂടെ 10 കൂട്ടാനുള്ള ഒരു റൈറ്റും ഇല്ല, അവകാശവും ഇല്ല. ഇനി അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഇതും കഴിഞ്ഞു അല്ലേ? ഇനി 4ാമത്തെ ചോദ്യം. 19, 28, 37 അല്ലേ? ഓക്കെ, 4ാമത്തെ ചോദ്യം നോക്കാം. 3, 19, 28, 37 എക്സെട്ര. സ്വാഭാവികമായിട്ട് ബീജഗണിത രൂപം തന്നെയാണ് ചോദിച്ചത്. ഓൾജിബ്രായിക് ഫോം xn ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി, ശരിയല്ലേ? ഇവിടെ ആരാ ഡി? ഇവിടുത്തെ പൊതുവ്യത്യാസം ആരാ? 2ാമത്തെ ടേമിൽ നിന്ന് 1ാമത്തെ ടേം കുറച്ചാൽ മതി അല്ലേ? 28 നിന്ന് 19 കുറച്ചാൽ എത്രയാണ് കിട്ടുക? 9 കിട്ടും, ശരിയല്ലേ? 9 അല്ലേ കൂടി കൂടി പോകുന്നത്. ഇനി ഫസ്റ്റ് ടേം ആരാ? ആദ്യ പദം 19 ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേമിന് പകരം 19 എന്ന് എഴുതുന്നു. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. xn ഈക്വൽ ടു ഡി ഇൻറ്റു എൻ. ഇവിടെ ഡി ആരാ? കോമൺ ഡിഫറൻസ് ആരാ? 9 അല്ലേ? അപ്പോൾ 9 n പ്ലസ് എഫ് മൈനസ് ഡി, ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം ആരാ? 19 അല്ലേ? മൈനസ് കോമൺ ഡിഫറൻസ് ആരാ? 9. അതായത് 9n പ്ലസ് 19 9 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 10 ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഓൾജിബ്രായിക് ഫോം. സിമ്പിൾ അല്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ നമുക്കിങ്ങനെ ചെയ്യാൻ അല്ലേ? ഫസ്റ്റ് ടേം എഴുതുന്നു, കോമൺ ഡിഫറൻസ് എഴുതുന്നു. 19 9 കുറച്ചാൽ 10. 9 തന്നെ എവിടെ നിന്നാണ് വന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അവിടെ 9 അല്ലേ? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് നോക്കിയാൽ പോരെ? അപ്പോൾ അതും കഴിഞ്ഞു. ഈ ഓൾജിബ്രായിക് ഫോം മിസ് പിന്നെയും പറയാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് 4ാമത്തെ കഴിഞ്ഞു. 5ാമത്തെ ചോദ്യം നോക്കാം. അതൊക്കെ സെയിം ആണ് കേട്ടോ, മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ആണ്. 1 1.5 2 2.5 അല്ലേ? അടുത്ത സീക്വൻസ്. അഞ്ചാമത്തെ ചോദ്യം 1 1.5 2 2.5 ഇങ്ങനെയാണ് നമ്മുടെ സീക്വൻസ് പോകുന്നത്. സ്വാഭാവികമായിട്ട് അവർ ചോദിച്ചത് ഓൾജിബ്രായിക് ഫോമാണ്. xn ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ. ഓരോ പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇക്വേഷൻ. അപ്പോൾ മൈൻഡിൽ അങ്ങ് പതിഞ്ഞോളൂ കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയായിരുന്നു പ്ലസ്? ഇത് പ്ലസ് ആണോ ഇത് മൈനസ് ആണോ? എഫ് കഴിഞ്ഞിട്ട് പ്ലസ് ആണോ മൈനസ് ആണോ? ഇങ്ങനെ പല സംശയങ്ങളും വരും. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. ഇക്വേഷൻ പിന്നെയും എഴുതി പഠിക്കുക. ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഓക്കെ, ഡി എന്ന് പറഞ്ഞാൽ നോക്ക്, പൊതുവ്യത്യാസമാണ്. എടാ, ഇത് 1. 1നോട് എത്ര കൂട്ടിയാലോ 1.5 കിട്ടുക? 1നോട് അര കൂട്ടിയാലല്ലേ 1.5? 1.5നോട് അര കൂട്ടിയാലല്ലേ 2? 2നോട് അര കൂട്ടിയാലല്ലേ 2.5? അപ്പോൾ ഇവിടെ കൂടി 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 പോകുന്നത് ആരാ? അരയല്ലേ? 1.5യിൽ നിന്ന് 1 കുറച്ചാൽ ബാക്കി അരയല്ലേ ഉണ്ടാവുക, ശരിയല്ലേ? അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ? സെക്കൻഡ് ടേമായ 1.5യിൽ നിന്ന് അര കുറയ്ക്കുന്നു. 1.5ന്ന് ഒരര പോയാൽ ബാക്കി അര ഉണ്ടാവുക? 1.5ന്ന് അരയല്ല കേട്ടോ കുറയ്ക്കുന്നത്. ഇവിടെ നോക്കുക, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം അല്ലേ? ഫസ്റ്റ് ടേം 1 ആണ്. അപ്പം 1.5യിൽ നിന്ന് എന്താ കുറയ്ക്കുന്നത്? 1 ആണ് കുറയ്ക്കുന്നത്. ബാക്കി അരയല്ലേ ഉണ്ടാവുക? അങ്ങനെ ചെയ്ത് നോക്കണമെന്നൊന്നുമില്ല. ഇത് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാം അരയാണ് കോമൺ ഡിഫറൻസിലെ. 1 1.5 2 2.5 3 3.5 4 4.5 അരയല്ലേ കൂടി കൂടി പോകുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? അരാന്ന് കിട്ടി. ഇനി ഫസ്റ്റ് ടേം എത്രയാ പറ? 1ാമത്തെ ടേം ഇതിൽ ആരാ? 1 ആണ് അല്ലേ? സോ നമുക്ക് ഫസ്റ്റ് ടേമിന് പകരം എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് വരിക. ഡി എൻ. എടാ, ഡി എന്ന് പറയുന്നത് അര. അതങ്ങനെ തന്നെ എഴുതിക്കോ, ഒരു പ്രശ്നവുമില്ല. എഫ് എന്ന് പറയുന്നത് ആരാ? ഫസ്റ്റ് ടേം. കോമൺ ഡിഫറൻസ് ആരാ? അര അല്ലേ? 1/2 അല്ലേ? അവിടെ നോക്ക്, കോമൺ ഡിഫറൻസ് ആരാ? ഫസ്റ്റ് ടേം 1 ആണ്. അപ്പോൾ 1 മൈനസ് അര. അര എന്നിന് ഹാഫ് എന്നിന് ഒന്നും ചെയ്യണ്ട, ഹാഫ് എന്ന് തന്നെ എഴുതുന്നു. എടാ, 1ൽ നിന്ന് അര കുറയ്ക്കാന്നല്ലേ ഇതിൻ്റെ അർത്ഥം? 1ൽ നിന്ന് അര പോയാൽ ബാക്കി എത്ര ഉണ്ടാവുക? അര. അരയും ചേർന്നാലല്ലേ 1 കിട്ടുക.
അപ്പോൾ 1-ൽ നിന്ന് അര പോയാൽ ബാക്കി എന്തുണ്ടാവും? ഒരര മാത്രം ഉണ്ടാവും അല്ലേ? അപ്പോൾ 1 - അര അര എന്ന് കിട്ടും. ഇനി ഇതിനെ നിങ്ങളൊന്നും ചെയ്യാനൊന്നും പോണ്ട. നമ്മൾ ഈ സീക്വൻസിൻ്റെ നമുക്ക് തന്നിട്ടുള്ള ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ അഥവാ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് എന്താ? അര n പ്ലസ് അര. അത്ര ചെയ്താൽ മതി, കൂടുതലൊന്നും കൺഫ്യൂഷൻ ആവണ്ട. ഒരൊറ്റ ചോദ്യം കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നോക്ക്, 1/6, 1/3, 1/2 അല്ലേ? അത് നമുക്ക് ചെയ്ത് നോക്കാം. 1/6, 1/3, 1/2 ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇത് നേരത്തെ പറഞ്ഞ മാതിരി പെട്ടെന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് ഒന്നും എഴുതാൻ കഴിയില്ല അല്ലേ? നമ്മളോട് ചോദിച്ചത് എന്തുതന്നെയാണ്? അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം. എന്താ ഇക്വേഷൻ? dn + f - d. ശരിയല്ലേ? ഡി എത്രയാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറയ്ക്കല്ലേ അല്ലേ? ബാക്കോട്ട് ഇങ്ങനെ കുറച്ചാൽ നമുക്ക് കിട്ടൂലേ? എടാ, രണ്ടാമത്തെ ടേം ഇവിടെ ആരാ? 1/3. 1/3 നിന്ന് 1/6 കുറച്ചാൽ പോരെ? അതായത് 1/3 - 1/6. അപ്പം ഇനി കൺഫ്യൂഷൻ വരും, എങ്ങനെയാണ് 1/3 നിന്ന് 1/6 കുറയ്ക്കുക? എടാ, ഇതൊരു ഭിന്നസംഖ്യയല്ലേ, ഇതും ഭിന്നസംഖ്യയല്ലേ? ഒരു ഭിന്നസംഖ്യയിൽ നിന്ന് വേറെ ഭിന്നസംഖ്യ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു രീതി ഓർമ്മല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എങ്ങനെയായിരുന്നു ചെയ്യുക? ഇങ്ങോട്ട് ഗുണിക്കുക, താഴെ തമ്മിൽ ഗുണിക്കുക. ശരിയല്ലേ? അപ്പോൾ നമ്മളിതാ സിമ്പിളായിട്ട് ഗുണിക്കുന്നു. 1-നെ 6 കൊണ്ട് ഗുണിച്ചോ, എന്തെഴുതാം? 1 × 6 അല്ലേ? നടുവിൽ പ്ലസ് ആണ് പ്ലസ്, മൈനസ് ആണ് മൈനസ്. തിരിച്ചു ഗുണിക്കുന്നു. 1 × 3. നമ്മളെ രീതി എങ്ങനെയാ? ഇങ്ങനെ. ശരിയല്ലേ? അടുത്തത് 1 × 3 ബൈ താഴെ തമ്മിൽ ഇങ്ങനെ ഗുണിക്കണം കേട്ടോ. അതായത് 3 × 6. 1ഉം 6ഉം ഗുണിച്ച 6. 1 × 3 3. 6 × 3 18. ഓക്കെ, 6-ന്ന് 3 കുറച്ച് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. 3/18. എടാ, അതിനൊന്നുകൂടി ചെറുതാക്കി കൂടെ? 3ൻ്റെ ഗുണിതല്ലേ 18, 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? എത്ര 3 18? 6 3 18 അല്ലേ? അപ്പം 3-ൽ ഒരു 3, 18-ൽ എത്ര 3? 6 3. അപ്പോൾ 3/18 എന്ന് എഴുതുന്നതിന് പകരം 1/6 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? കോമൺ ഡിഫറൻസ് 1/6. ഒന്നുകൂടി പറയാം, ഇത് നേരത്തെ പറഞ്ഞ പോലെ അര 1 1/2 അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഇതിന് കോമൺ ഡിഫറൻസ് വേറെ തന്നെ കാണണം. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചു നോക്കുമ്പോൾ രണ്ടും ഭിന്നസംഖ്യയാണ്, ഫ്രാക്ഷനാണ്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് മെത്തേഡ്. 1 × 6 - 1 × 3 / 3 × 6. ശരിയല്ലേ? 1 × 6 6, 1 × 3 3 / 3 × 6 18. 6-ൽ നിന്ന് 3 കുറച്ചാൽ 3/18. 3/18 എങ്ങനെ മാറ്റി എഴുതാം? 1/6 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ടേം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അല്ലേ? ഫസ്റ്റ് ടേം എത്ര തന്നെയാണ്? 1/6. ശരിയല്ലേ? ഏതാ? ഇനി നമുക്ക് xn കണ്ടുപിടിക്കുക. dn + f - d അല്ലേ? dn xn = d എന്ന് പറഞ്ഞാൽ ഇതാ അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് എത്രയാ? 1/6n പ്ലസ് ഫസ്റ്റ് ടേം എത്രയാ? ഫസ്റ്റ് ടേം നോക്കുമ്പോൾ അത് 1/6 തന്നെയാണ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചപ്പോൾ അതും 1/6. അതെന്താ 2 1/6? ഞാൻ ചെയ്തത് തെറ്റാണെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ വന്നുകൂടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, 1/6 രണ്ടും വരുന്നത്. 1/6-ൽ നിന്ന് 1/6 കുറച്ചാൽ എത്രയാ? 5 - 5 0, 10 - 10 0, 100 - 100 0. അങ്ങനെയാണ് 1/6 - 1/6 എന്താ? 0. അപ്പോൾ പിന്നെ അത് എഴുതണോ? വേണ്ട. ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? 1/6n അല്ലേ? അതിനെ പ്ലസ് 0 എന്ന് എഴുതൊന്നും വേണ്ട, 0ത്തിന് വില ഇല്ലല്ലോ. അപ്പം ഈ എഴുതിയ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഓൾജിബ്ര അഥവാ ബീജഗണിത രൂപം. ഇതിന് വേറെ പറയുന്ന രൂപമാണ് nth ടേം അല്ലേ? വഴിയെ പറയാം, nth ടേം അല്ലെങ്കിൽ n-ാം പദം എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, ബീജഗണിത രൂപം കാണാനുള്ള ഈ ഇക്വേഷൻ ഇതിന് നിങ്ങൾ ഉറക്കത്തെ ചോദിച്ചാൽ വരെ പറയണം, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ നമ്മൾ ഇതാ ഒന്നാമത്തെ എക്സസൈസ് ഇവിടെ കംപ്ലീറ്റ് ആയി. നിങ്ങളോട് പറഞ്ഞത് താഴെ തന്നിരിക്കുന്ന അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ബീജഗണിത രൂപം എഴുതാനാ, ഓൾജിബ്രായിക് ഫോം. അപ്പോൾ നമ്മൾ DN+F-D ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും ചെയ്തല്ലോ, സിമ്പിളായിട്ട് ചെയ്തില്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. ബാക്കി ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ പെട്ടെന്ന് തന്നെ ഈ ചാപ്റ്റർ തീർത്തിട്ട് തിരിച്ച് നമ്മൾ സർക്കിൾസ് ആൻഡ് ഓണപരീക്ഷേൻ്റെ മുന്നേ നമുക്ക് സർക്കിൾസും കംപ്ലീറ്റ് ചെയ്യണം. ഏതുകൂടെ ഉണ്ട്, നമ്മളെ പ്രോബബിലിറ്റി, അതായത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് ഇല്ലേ, സാധ്യതകളുടെ ഗണിതം, അതും മിസ്സ് പെട്ടെന്ന് തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. അപ്പം ഈ ഇക്വേഷൻ ഇനിയും പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ, എപ്പോഴും ഓർമ്മ ഉണ്ടാവുക. DN+F-D. D എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. F എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, ആദ്യ പദം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ചോദ്യങ്ങളായിട്ട് കാണാം. ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്താൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. നമ്മൾ സർക്കിൾസിൻ്റെ പകുതി വരെയും ഒന്നാമത്തെ ചാപ്റ്റർ ഫുൾ ഡീറ്റെയിൽ ആയിട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും താങ്ക് യു, ബൈ.